എനിക്ക് വേറെ ഒന്നും പറയില്ല, എൻ്റെ കാശ് പോയി അത്രയാണ്. മാങ്ങ മുറിച്ച കഥയല്ല, അതാണ് ആ പേരിൻ്റെ ഒരു വെറൈറ്റി. അത് നമുക്ക് സിനിമ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അത് ഏത് രീതിക്ക് അതിനെ നോക്കി കാണുന്നു, രണ്ട് തലമുറയുടെ കാഴ്ചപ്പാട് ആണ് സിനിമയിലൂടെ പറയുന്നത്. അതിന് അതെ ഒരു ക്യൂരിയോസിറ്റി ഉള്ളതാണ്. മറ്റേ വിഷയത്തിൽ അവസാനിക്കുന്ന അങ്ങനെയല്ല, നല്ലൊരു സബ്ജക്റ്റ് ഇടുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ അടിച്ചുപൊളി അങ്ങനെയല്ല, എല്ലാ കുട്ടികളുടെ ലൈഫും ഫാമിലി ലൈഫും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും കാണണം. ക്യാമറ ഒക്കെ ആയിരുന്നാലും ലൈറ്റിങ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ അതിൻ്റെ സംഭാഷണ ശൈലിയൊക്കെ ഇന്നത്തെ പല സിനിമകളിലും ഉള്ളതിനേക്കാളും കുറച്ച് മെച്ചപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൽ നല്ലൊരു മെസ്സേജുണ്ട്. പക്ഷേ എന്ന് പറയുമ്പോൾ കുട്ടികൾ വഴിതെറ്റി പോകുന്നു എന്നുള്ള സംശയം അല്ലെങ്കിൽ അതിന് ശരിയാണെന്ന് കാണിക്കുന്ന ചില സംഭവങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. കുട്ടികൾ പഠിക്കാനെന്ന് പറഞ്ഞിട്ട് അവർ സ്വകാര്യമായിട്ട് അവർ പോയി നിന്ന് റൂമുകളിലൊക്കെ പോകുന്നതും പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തായാലും എനിവേ ആ രീതിയിലൊക്കെ ഉള്ള അതിനെ ഈ ഒരു ജാഫർ ഇടുക്കി അങ്ങേരും കുട്ടികളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ആ ദമ്പതികൾ. അപ്പോൾ അവർ ആ രക്ഷകർത്താക്കൾക്ക് ഇൻഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രക്ഷകർത്താക്കൾ പലരും ഇങ്ങേരുടെ ദേഷ്യവുമുണ്ട്. അവസാനം അത് ശരിയാണെന്ന് കാണുമ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ ഒരു എൻഡ്, ഒരു ശരിയിലേക്ക് എത്തുന്ന ഒരു എൻഡാണത്. കഥയില്ല വല്ലതും പറയാൻ പറ്റണ്ടേ. അവസാനം അടുപ്പിച്ചാണ് സംഭവം ഈ ഒരു മാറ്ററാണെന്ന് സ്വകാര്യതേൻ്റെ ടൈപ്പാണെന്ന് മനസ്സിലാക്കുന്നത്. അവർ തന്നെ തുടങ്ങുന്നതിന് ഫസ്റ്റ് ഹാഫിൽ തന്നെ പറയുന്നു, ആദ്യം ഉത്തരം പിന്നെ ചോദ്യം അങ്ങനെയൊക്കെ രീതിക്കുള്ള സംഭവങ്ങളായിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എൻ്റെ പൈസ പോയെന്ന് മാത്രമേ എനിക്ക് പറയാവുള്ളൂ. 2.25 മണിക്കൂർ ഇരുന്ന് ഏകദേശം ഉറങ്ങി ആ ഒരു പരുവത്തിൽ തന്നെ ഇരുന്നത്. ഇന്നും നിറഞ്ഞു, പൈസ പോയതിൻ്റെ കണ്ണ് നിറയുന്നു. ഈ വർഷത്തെ ആദ്യത്തെ ചിക്കിലി പോയി 125 രൂപ. അതിൻ്റെ വേദന ഇനി എന്ന് തീർക്കാൻ പറ്റുമെന്നത് ഞാൻ വിചാരിച്ചു. ഇനി ആട്ടം ഒന്നും കൂടെ പോയി കണ്ടിരുന്നെങ്കിൽ അതിൻ്റെ ഒരു സമാധാനമുണ്ട്. കാരണം ഫെസ്റ്റിന് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മൂവിയാണ്. അപ്പോൾ ഈ വർഷം ഒരു പുതിയൊരു മൂവി ഇറങ്ങിയോണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടി ഒന്ന് കയറിയതാണ്. എൻ്റെ പൊന്നോ, എൻ്റെ കാശ് പോയേ എന്നുള്ള ഫീലിലാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങി പോകുന്നത്. ഭയങ്കര നിരാശ. ഈ വർഷത്തെ ഏറ്റവും തുടക്കത്തെ കൂറപ്പടം എന്ന് പറയാം സത്യം പറഞ്ഞാൽ. വേറെ ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് പടത്തിൻ്റെ അകത്ത് ഒരു ഹൈലൈറ്റും ഇല്ല സാധനത്ത്. കാരണം മെയിൻ സ്ട്രീമിലുള്ള കുറച്ച് പേരുണ്ടെങ്കിലും അവർക്ക് വേറെ രീതിക്കൊന്നും പെർഫോം ചെയ്യാൻ അതിൻ്റെ അകത്തൊന്നും ഇല്ല. തിരക്കഥേൻ്റെ പോരായ്മ വളരെ നന്നായിട്ട് ആ പടത്തിൽ കാണുന്നുണ്ട്. ആ പടമുള്ള ഒരു പാട്ട് മാത്രമാണ്, അത് നല്ല സൂത്തിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പടത്തിൻ്റെ അകത്ത്. ഫുള്ളി നിരാശ. 2 മണിക്കൂർ 42 മിനിറ്റാണ്. അത് സ്ലോ പേസിൽ ഇരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഓഡിയൻ്റെ അവസ്ഥ? ഇപ്പോഴത്തെ ഓഡിയൻസിനൊക്കെയാണ് വേണ്ട ഒരു മാസ് പടം, അല്ലാതെ ഒരു എന്താ പറയുക ആക്ഷൻ അങ്ങനത്തെ എല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ ആൾക്കാർ കയറി ഇരിക്കത്തുള്ളൂ. ഇങ്ങനത്തെ മൂവീസൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര നിരാശയാണ് ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. കാരണം പൈസ കൊടുത്ത് കയറുന്ന ഒരു പടം, അപ്പോൾ അതിന് അത്യാവശ്യമെങ്കിലും ഒരു ചെറിയെങ്കിലും ഒരു ലെവൽ ആശ്വാസം കിട്ടിയില്ലെങ്കിൽ പിന്നെ പോയെന്ന് തന്നെ പറയാൻ പറ്റും. എനിക്ക് ഈ വർഷത്തെ ആദ്യത്തെ പടമാണ് എനിക്ക് ഫുള്ളി നിരാശ തന്നെ തോന്നിയത്. കാരണം ഇത് എടുത്ത് ചാടിയ പോലെയാണ്. കാരണം വേറൊരു പടത്തിനാണ് കയറാൻ വേണ്ടി പോയത്. അവിടെ ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനോട് ചാടി കയറിയത്. ഇവിടെ നല്ല തിരക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഇങ്ങനത്തെ കൂറ പടങ്ങൾ ചെയ്തു വെച്ചിട്ട് നമ്മൾ പൈസ കളയാൻ വേണ്ടി ഇത് ഇങ്ങനെയൊന്നും ചെയ്യരുത് ദേവി. ഇത് ആരും ദ്രോഹിക്കില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തിനാണിത് ചെയ്ത് നമ്മളെ പൈസ കളയിപ്പിക്കാൻ വേണ്ടി? എനിക്ക് വേറെ ഒന്നും പറയില്ല, എൻ്റെ കാശ് പോയി അത്രയാണ്.